അതെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചെറുപയർ പരിപ്പ് ദോശയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പും അരിപ്പൊടിയും ഒരു കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. അങ്ങനെ കുതിർത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട. ഒരു 3-4 മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഈ കൂട്ട് അരച്ചെടുക്കാം. അങ്ങനെ കുതിർത്ത് വെച്ച പച്ചരിയും ചെറുപയർ പരിപ്പും ഉലുവയും നല്ലതായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂട്ടത്തിൽ 1-2 കൂട്ടുകളും കൂടെ നമുക്ക് വേറെ ചേർക്കാനുണ്ട്. അത് നമുക്ക് ദോശയുടെ ഒരു വ്യത്യസ്ത രുചി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജീരകം, ഒരു ശകലം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3-4 കൊച്ചുള്ളി, അതുപോലെ ഒരല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളകോ വറ്റൽമുളകോ അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഞാൻ ആ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അരച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൈയോടെ സമയം കളയാതെ ദോശ ചുട്ടെടുക്കാം. സാധാരണ രീതിയിൽ കൂടുതലും ഉഴുന്നും പച്ചരിയും ചേർത്തല്ലേ നമ്മൾ എപ്പോഴും ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കേ. അങ്ങനെ നമ്മുടെ ദോശ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ചെറുപയർ പരിപ്പ് ദോശ റെഡിയായിട്ടുണ്ട്. സാധാരണ രീതിയിൽ ചട്നി കൂട്ടിയാണ് നമ്മൾ ദോശ കഴിക്കുന്നതെങ്കിലും ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഈ ഒരു ദോശ അടിപൊളിയാണ്. അപ്പം ഒട്ടും സമയം കളയാതെ നിങ്ങളെല്ലാവരും വേഗം പോയി ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ചട്നിയോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. നമുക്കറിയാലോ എന്നും കഴിക്കുന്ന ദോശയിൽ നിന്നും ഇത് വ്യത്യസ്തമാണോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ.